ഈ യേശുവിന്റെ കുരിശ് അക്ഷരാർത്ഥത്തിൽ കാൽവരി വരെ കൊണ്ടുപോയത് ഈ ശിമയോനാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചത് ഈ ശിമയോനാണ് ഈശോയുടെ കുരിശുമായി കാൽവരി കയറിയതെന്നാണ്. അപ്പൊ എനിക്ക് ശിമയോനോട് വലിയൊരു ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അത് മാറി. കാരണം ശിമയോനല്ല യേശുവിന്റെ കുരിശ് കാൽവരിയിൽ എത്തിച്ചത്. നമ്മൾ കുരിശിന് വഴി പ്രാർത്ഥന നിൽക്കുമ്പോൾ 5-ാം സ്ഥലത്ത് ശിമയോൻ കുരിശ് വഹിക്കുന്നുണ്ട്. 6-ാം സ്ഥലത്ത് നിൽക്കുമ്പോൾ വെറോനിക്ക യേശുവിന്റെ മുഖം തുടയ്ക്കുന്നു. അവിടെ ശിമയോനെ കുറിച്ച് പരാമർശമില്ല. 7-ാം സ്ഥലത്ത് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. 7-ാമത്തെ സ്ഥലത്ത് ചെല്ലുമ്പോൾ വചനം ഇങ്ങനെയാണ്, എന്താണ്? ഈശോ കുരിശോടുകൂടി 2-ാം പ്രാവശ്യം നിലത്ത് വീണു. അപ്പൊ ഇപ്പൊ കുരിശാണ് തോളിലായിരിക്കുന്നത്, ക്രിസ്തുവിന്റെ തോളിലാണ്, ശിമയോന്റെ തോളിലല്ല. അപ്പൊ 2-ാം പ്രാവശ്യം ക്രിസ്തു ഈ കുരിശുമായി നിലത്ത് വീഴുമ്പോൾ ശിമയോന് അവിടെ ഇല്ല എന്നുള്ളതാണ് കാര്യം. ശിമയോൻ കുരിശ് ക്രിസ്തുവിന്റെ കൈ തന്നെ കൊടുത്തിട്ട് പോയി പറഞ്ഞതാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിച്ചപ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് നീ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് യേശു പഠിപ്പിച്ച കൂട്ടത്തില് ഈശോ വളരെ ബോധപൂർവം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 41-ാമത്തെ വാക്യം, 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നൊപ്പം നീ എന്ത് ചെയ്യണം? 2 മൈൽ ദൂരം പോകണം. അത് നിങ്ങൾക്ക് അറിവുള്ള ഒരു വചനഭാഗമായിരിക്കും. അത് പെട്ടെന്ന് എന്ന് പറയാം. ആ ഒരു വചനഭാഗം എനിക്ക് അക്ഷരാർത്ഥത്തിൽ പലപ്പോഴും ധ്യാനിച്ചിട്ട് മനസ്സിലാകാത്ത ഒരു വചനഭാഗമായിരുന്നു. 1 മൈൽ ദൂരം പോകാൻ നിങ്ങൾ നിർബന്ധിക്കുന്നൊപ്പം എന്ത് ചെയ്യണം? 2 മൈൽ ദൂരം പോകും. ഇവിടുന്ന് നമ്മളെ താഴേക്ക് 1 കിലോമീറ്റർ എനിക്ക് അവിടെ പോകാൻ നിർബന്ധിക്കുന്നൊപ്പം എന്ത് ചെയ്യണം? അവിടെ നിൽക്കി നമുക്ക് അടുത്ത കിലോമീറ്ററോടെ പോകാം എന്നുള്ള ചിന്തയിലല്ല തോന്നുന്നത്. അത് റോമ ഗവൺമെന്റിലെ പട്ടാളക്കാർക്കുള്ള ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. അതായത് റോമ പട്ടാളക്കാരൻ ഒരു യാത്ര പോകുമ്പോൾ തന്റെ സാധനം എടുക്കുവാൻ, തന്റെ സാധന സാമഗ്രി എടുക്കുവാൻ ആരെ വേണമെങ്കിലും നിർബന്ധിക്കാം. അപ്പൊ ആ നിയമത്തിന്റെ ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നതാണ്. നിയമത്തിന്റെ ഒരു ഇളവുകൊണ്ട് ആര് ഏറ്റെടുത്താലും 1 മൈൽ ദൂരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇറക്കി വെച്ചിട്ട് ഓടി രക്ഷപ്പെടാം. പിന്നെ അദ്ദേഹം ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഈ സാധനം എടുക്കാനായിട്ട് ഇദ്ദേഹം വൈമനസ്യം കാട്ടുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാൻ ഇദ്ദേഹത്തെ ശിക്ഷിക്കാനായിട്ട് ഒരു പട്ടാളക്കാരന് സാധിക്കും. അതുകൊണ്ട് ഈ റോമ ഗവൺമെന്റിന്റെ റോമയിലെ പട്ടാളക്കാർക്കുള്ള ഒരു പ്രിവിലേജ് ആയിരുന്നു അത്. അതുകൊണ്ട് ക്രിസ്തു അതിനെ ബോധവും മനസ്സിലാക്കി പറയാണ്, 1 മൈൽ ദൂരം പോകാൻ നിർബന്ധിക്കുമ്പോൾ നീ 2 മൈൽ പോകും. അർത്ഥം 1 മൈൽ ദൂരം പോകാൻ മാത്രമേ നിയമം പറയുന്നുള്ളൂ. 2-ാം ദൂരം ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാൻ മതി. സ്വാഭാവികമായ ഒരു പട്ടാളക്കാരൻ അവന്റെ സാധനം എടുക്കാൻ ഒരു മനുഷ്യനെ നിർബന്ധിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കത്തില്ല അവനെടുക്കാണോ? അല്ല, അവനെ ചിത്ത വിളിച്ചുകൊണ്ടായിരിക്കും ഇതെടുക്കുന്നത്. അതുകൊണ്ട് വല്ലച്ചാതി 1 മൈൽ ദൂരമാകുമ്പോൾ ഇത് ഇറക്കി വെച്ച് രക്ഷപ്പെടാനാണ് പരിശ്രമിക്കുക. എന്നാൽ ക്രിസ്തു പറയുന്നു അങ്ങനെയല്ല, നീ 2-ാമത്തെ മൈൽ ദൂരം പോകണം. അതിന്റെ അർത്ഥം നീ ഹൃദയപൂർവ്വം അത് ഏറ്റെടുക്കണം. അവനെ ചിത്ത വിളിക്കാതെ, അവനോട് മല്ലിടാതെ, സ്നേഹബുദ്ധിയെ അത് ഏറ്റെടുക്കാൻ സാധിക്കുമ്പോഴാണ് അഭിഷേകം ഉണ്ടാകുക. ശിമയോന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. കുരിശ് വഹിക്കാനായി ശിമയോന്റെ അടുത്ത് പറയുമ്പോൾ ശിമയോൻ അത് ഏറ്റെടുത്തു. പക്ഷേ കാൽവരിയിലേക്ക് അവൻ കൊണ്ടുപോയില്ല. അവന്റെ ടേണായപ്പോൾ അവനത് താഴെ വെച്ച്, അല്ലെങ്കിൽ ക്രിസ്തുവിന് കൊടുത്ത് അവൻ ഓടി മറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സമർപ്പണ ജീവിതത്തിൽ നമ്മുടെ കുരിശുകൾ ആരെയും ഏൽപ്പിച്ച് പോകുവാനായിട്ട് സാധ്യമല്ല. നാം വഹിക്കേണ്ടുന്ന കുരിശ് നാം തന്നെ ഏറ്റെടുത്തേ മതിയാകും. ആരുടെയും തോളിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. 1 കൊരിന്തോസ് 2:8 വചനം പഠിപ്പിക്കുന്നുണ്ട്, ഈ ലോകത്തിന്റെ അധികാരികൾ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുകയില്ലായിരുന്നു. അപ്പൊ കുരിശിനെ ധ്യാനിക്കുന്നവർക്ക് കിട്ടുന്ന വലിയൊരു ബോധ്യമാണത്. അതായത് എന്റെ വാക്കും പ്രവൃത്തിയും ഒന്നായി തീരണം. ഇന്നു മുതൽ ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും പരസ്പര പൂരകമായി തീരുന്നുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ അഭിഷേകം ഉണ്ടാവുകയുള്ളൂ.